നമ്മളുടെ ഈ ശ്രീനിവാസേട്ടൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറേ കാലങ്ങളിലായിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തായിട്ട് കണ്ണാവര റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. രണ്ട് കാലിനും വളരെ ബുദ്ധിമുട്ടുള്ള വ്രണമുണ്ട്, കുടുംബക്കാരില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്താണ് കനിവിൻ്റെ തണലിലെ മെമ്പറായ ശകുന്തള, ഒരു ആശാവർക്കറും കൂടിയാണ്, അത് ശ്രദ്ധയിൽപ്പെടുകയും ശകുന്തള ആ വിവരം കനിവിൻ്റെ തണൽ പ്രസിഡന്റ് ഒരു പോലീസ് രാജേഷ് തളീനെ അറിയിക്കുകയും അദ്ദേഹം ഗ്രൂപ്പിനെ അറിയിക്കുകയും അതുപോലെ നമ്മുടെ പോലത്തെ കൂടപ്പുറപ്പ് ടീമിനെ അറിയിക്കുകയും ഞങ്ങൾ കണ്ണൂർ ജില്ലയുടെ അകത്തുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തകരാണ്. കനിവിൻ്റെ തണൽ എന്ന് പറഞ്ഞ പ്രവർത്തകരോടൊപ്പം മറ്റു ചില കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞ പ്രവർത്തകരും കൂടി ഒന്നിച്ച് ചെയ്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. ഈ വീഡിയോ 15/7/2026 എടുക്കുന്നത്. ഈ വീഡിയോയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ കലക്ടർ, നിലവിലുള്ള കലക്ടർ ഇപ്പം നമ്മൾ ഇടപെട്ട ഒരു വിഷയത്തിൽ കലക്ടർ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സ്മൂത്താക്കുകയും അപ്പോൾ അതിന് വേണ്ടപ്പെട്ട ഒരു പേഷ്യൻ്റെ വിഷയമായതുകൊണ്ട് ആ കാര്യം വളരെ സക്സസ് ആയിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ വേണ്ടി ഒരു ദിവസം കൊണ്ട് കലക്ടറും അതുപോലെ തന്നെ DMO ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അവിടെയുള്ള DMOയും അതുപോലെ അവിടെയുള്ള DMO വിവേക് കുമാർ സാറും ഡോക്ടർ വിവേക് കുമാർ സാറും ഡെപ്യൂട്ടി DMO ബിജോയ് സാറും ഒക്കെ കൂടാതെ പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ മാധവൻ സാറും മറ്റ് ജീവനക്കാരും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു കാര്യമായിട്ട് രണ്ട് കാലിനും വളരെ ബുദ്ധിമുട്ടോട് കൂടിയ വ്രണം ഉണ്ടായിട്ട് തെരുവിൽ കിടക്കുന്ന ഒരു ശ്രീനിവാസേട്ടൻ, 56 വയസ്സുള്ള ശ്രീനിവാസേട്ടന് എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മുടെ കണ്ണൂർ ജില്ലാ കലക്ടർ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഈ വീഡിയോയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലാ കലക്ടർക്കും അതുപോലെ DMO ഡിപ്പാർട്ട്മെൻറ്റിനും പരിയാരം മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മളുടെ ഒരു വലിയൊരു ബിഗ് സല്യൂട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഈ ശ്രീനിവാസേട്ടൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറേ കാലങ്ങളിലായിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തായിട്ട് കണ്ണാവര റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. രണ്ട് കാലിനും വളരെ ബുദ്ധിമുട്ടുള്ള വ്രണമുണ്ട്, കുടുംബക്കാരില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്താണ് കനിവിൻ്റെ തണലിലെ മെമ്പറായ ശകുന്തള, ഒരു ആശാവർക്കറും കൂടിയാണ്, അത് ശ്രദ്ധയിൽപ്പെടുകയും ശകുന്തള ആ വിവരം കനിവിൻ്റെ തണൽ പ്രസിഡന്റ് ഒരു പോലീസ് രാജേഷ് തളീനെ അറിയിക്കുകയും അദ്ദേഹം ഗ്രൂപ്പിനെ അറിയിക്കുകയും അതുപോലെ നമ്മുടെ പോലത്തെ കൂടപ്പുറപ്പ് ടീമിനെ അറിയിക്കുകയും എല്ലാം ചെയ്തതോടൊപ്പം നമ്മളിത് ബന്ധപ്പെടുകയും അതുപോലെ ഏറ്റവും സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയത് നമ്മുടെ എല്ലാ അഭിനന്ദനങ്ങളും നമ്മൾ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇതുപോലുള്ള പ്രവർത്തനത്തിന് നമുക്ക് ഇനിയും ജില്ലയിൽ ഇതുപോലെ കളക്ടർമാർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഒരു ഫ്രീ ആയ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രീനിവാസേട്ടനെ ഞങ്ങൾ ഈ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പം കനിവിൻ്റെ തണലിൻ്റെ മെമ്പേഴ്സും മറ്റെല്ലാവരും കൂടി ഈ ഒരു പ്രവർത്തനം എത്രയും സ്പീഡാക്കിയത് ഒരു മാനസിക പരിഗണന വെച്ചിട്ട് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബന്ധപ്പെട്ട സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തിനെ മാറ്റുന്നതാണ്.